ക്ഷമ, ഈ ടോക്സിക് പ്രണയങ്ങളെ കുറിച്ച് എന്താ പറയാനുള്ളത്? പ്രണയം എപ്പോഴാണ് ടോക്സിക് ആവുന്നത്? ഇതൊരു വലിയ വാസ്റ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ചിലപ്പോൾ നമുക്കിതിൻ്റെ അറ്റവും മൂല്യം പോലും പിടിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ടോക്സിക് പ്രണയം കൊണ്ട് തകർന്ന ജീവിതങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. പക്ഷെ പ്രണയം ടോക്സിക് ആവുന്നത് എപ്പോഴാണ് എന്നുള്ള ചോദ്യത്തിന് ആർക്കും മറുപടി തരാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഫെമിനിസ്റ്റുകൾക്ക് ടോക്സിക് പ്രണയത്തിന് ഒരു ഡെഫിനിഷൻ ഉണ്ട്. അതേസമയം നിഷ്കളങ്കമായി പ്രണയിക്കുന്ന ആൾക്കാർക്ക് ടോക്സിക് പ്രണയത്തിന് ഒരു ഡെഫിനിഷൻ ഉണ്ട്. അതേസമയം വേറൊരാൾക്ക്, വേറെ ഏതെങ്കിലും ഇപ്പം ജോലി എടുത്ത് ജീവിക്കുന്ന ഒരാൾക്ക് ടോക്സിക് പ്രണയത്തിന് ഒരു ഡെഫിനിഷൻ ഉണ്ട്. ചിലപ്പോൾ ജോലി കഴിഞ്ഞ് അയാൾ തളർന്ന് വീട്ടിലേക്ക് വരുമ്പോൾ അയാൾക്കൊരു ഇത്തിരി ആശ്വാസം കിട്ടിയില്ലെങ്കിൽ ആ ഒരു പ്രണയം അയാൾക്ക് ടോക്സിക് ആയിട്ട് തോന്നാം. ഫെമിനിസ്റ്റുകളുടെ ടോക്സിക് പ്രണയം എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിലാണ്. എന്ന് പറഞ്ഞാൽ പുരുഷൻ തെങ്ങ് കയറണമെങ്കിൽ എനിക്കും തെങ്ങ് കയറണം, അത് കയറാൻ സമ്മതിച്ചില്ലെങ്കിൽ ഉടനെ പ്രണയം ടോക്സിക് ആകുമെന്ന് അവർ പറഞ്ഞേക്കാം. അപ്പം പല മേഖലകളിലും ഈ ടോക്സിക് പ്രണയത്തിന്റെ ഡെഫിനിഷൻസ് എന്ത് ചെയ്യും, മാറിക്കൊണ്ടേയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇതിന്റെ എല്ലാത്തിൻ്റെയും നമുക്ക് ജനറലായിട്ട് പറയാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആർക്കും ബുദ്ധിമുട്ടില്ലാതെ പറയാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രണയത്തിൽ മ്യൂച്വൽ റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം അത്യാവശ്യമാണ് എന്ന് മാത്രം പറയാം. മ്യൂച്വൽ റെസ്പെക്റ്റ് നിങ്ങൾ പരസ്പരം പ്രണയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം താനേ വരും എന്നാണ് എൻ്റെ ഒരു വീക്ഷണത്തിൽ നിന്ന് തോന്നുന്നത്. അപ്പോൾ എപ്പോഴാണ് ഈ പ്രണയം ടോക്സിക് ആവുന്നത്? ഈ ടോക്സിക് ആകുന്ന പ്രണയങ്ങളുടെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുണ്ടല്ലോ. അത് ടോക്സിക്കും അല്ല, അത് ടോക്സിക്കും കടന്ന് ക്രിമിനൽ തലങ്ങളിലേക്ക് പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് ഷ്യാമിൻ്റെ ഒരു ടേക്ക്? ഈ പ്രണയത്തെ വിശകലനം ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. വളരെ ഇവിടുത്തെ ഒരു വാഗ്മിയായിട്ടുള്ള നല്ല അറിവുള്ള ഒരു മനുഷ്യൻ ഒരിക്കൽ ഒരു പോസ്റ്റ് ഇട്ടതിൽ ഇങ്ങനെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ദീർഘകാലത്തെ പ്രണയത്തിനൊടുവിൽ അങ്ങനെ അവർ വിവാഹിതരായി എന്ന് അദ്ദേഹം എഴുതിയിരിക്കുകയാണ്. ആ എഴുത്ത് തന്നെ തെറ്റാണ്. അതായത് പ്രണയത്തിനൊടുവിൽ അവർ വിവാഹിതരായി എന്ന് പറഞ്ഞാൽ പ്രണയം അവസാനിച്ച ശേഷം വിവാഹിതരായി എന്നാണ്. അതായത് വിവാഹത്തിൽ പ്രണയമില്ല എന്നാണ് അതിന്റെ അർത്ഥം. പല ആൾക്കാരുടെ തെറ്റിദ്ധാരണയാണ് അത്. ഇപ്പം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു, കൂട്ടത്തിൽ ഞാനിത് അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ പ്രണയത്തെക്കുറിച്ച് ഇദ്ദേഹത്തിന് യാതൊരു വിവരവുമില്ല, വലിയ ആൾക്കാർക്ക് പോലും യാതൊരു വിവരമില്ല എന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പ്രണയം ടോക്സിക് ആകുന്ന ഘട്ടം എന്ന് പറയുന്നത് ഒരാളിൽ നിയന്ത്രണം അടിച്ചേൽപ്പിക്കുമ്പോഴാണ്. നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോഴാണ് പ്രണയം ടോക്സിക്കായി. അവിടെയാണ് ഞാനൊരു കാര്യം പറഞ്ഞത്. അതായത് ഷ്യാമു പറയുന്നു നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോഴാണ് പ്രണയം ടോക്സിക് ആകുന്നതെന്ന് പറയുന്നു. പക്ഷേ ആ നിയന്ത്രണങ്ങൾ ആസ്വദിക്കുന്ന കവിതാക്കളുണ്ട് ഇവിടെ, ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. എനിക്കറിയാം, നേരിട്ടറിയാവുന്ന കാര്യങ്ങളുണ്ട്. നീ എന്തുകൊണ്ട് ഞാൻ അവിടെ പോയപ്പോൾ എന്നെ ചോദ്യം ചെയ്തില്ല, അല്ലെങ്കിൽ നീ എന്തുകൊണ്ട് ആ സമയം എന്നെ വിളിച്ച് ഞാൻ എവിടെയാണെന്ന് അന്വേഷിച്ചില്ല എന്ന് പറയുന്ന കവിതാക്കളുണ്ട്. അതേസമയം വേറെ ഒരു ആസ്പെക്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പോയാൽ നിനക്കെന്തടാ എന്ന് ചോദിക്കുന്ന, അതാണ് പറയുന്നത്. പല ആൾക്കാരുടെയും ഈ ടോക്സിക് എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ തന്നെ ഇപ്പൊ എന്റേതല്ല ഷ്യാമിൻ്റെതല്ല പല ആൾക്കാരുടേത്. ഞാൻ സംസാരിക്കുന്നത് എന്റെ ആസ്പെക്റ്റിൽ നിന്നാണ്, ഷ്യാം സംസാരിക്കുന്നത് ഒരു കടൽ പോലെയാണ് ഈ ടോക്സിസിറ്റി എന്ന് പറയുന്നത്. അതെ. ഇപ്പോ ഈ രണ്ട് പ്രണയം വെക്കുന്നുണ്ട്. അതായത് പ്രണയം തന്നെ രണ്ടാക്കി മാറ്റിയിരിക്കുകയാണ്. ഒരു കമിതാവും ഉണ്ടാകും, ബെസ്റ്റിയും ഉണ്ടാകും. അതെ, നമ്മുടെ വിഷയത്തിൽ അല്ല, അങ്ങനെയുണ്ട്. അത് ആ രീതിയിലൊക്കെ ആണ് ഇപ്പോൾ പ്രണയം മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുന്നു. ഈ നിയന്ത്രണം കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരാളെ ഇപ്പൊ ധനുഷ് പറയുന്ന അർത്ഥത്തിലല്ല, മറിച്ച് ഒരാളിലെ എല്ലാ കാര്യങ്ങളെയും കൊണ്ടുപോയി നിയന്ത്രിക്കുക. അതായത് സ്വന്തം വീട്ടുകാർക്കൊപ്പം പോലും പുറത്തു പോകാൻ കാന്താരിക്ക് അനുവാദം കൊടുക്കാത്ത കലിപ്പന്മാർ, അത് ക്രിമിനൽ എന്ന് ഞാൻ പറയും. അതെ, ടോക്സിക് ഒന്നുമല്ല, അവൻ ക്രിമിനലാണ്. അങ്ങനെയുള്ള ആളുകൾ എന്തെങ്കിലും ഒരു കാരണത്തിൽ ഷോളൊന്ന് മാറിക്കിടന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന പെൺകുട്ടിയെ മർദ്ദിക്കുന്നത് ശരിയാണെന്ന് ആ കുട്ടി തന്നെ വിശ്വസിക്കുന്ന തരത്തിലുള്ള പ്രണയവും ഇവിടെ ഉണ്ട്. ഇപ്പൊ ക്ഷാമ കണ്ടോന്ന് എനിക്കറിയില്ല. ഒരു ഡാൻസർ, ആ ഡാൻസറുടെ ഭാര്യയും വളരെ പ്രൗഡായിട്ട് ഇരുന്ന് പറയുകയാണ്. വലിയൊരു ഡാൻസറാണ്, അയാളുടെ പേര് ഞാൻ മറന്നുപോയി. വളരെ വലിയ ട്രോളുകൾ വന്നു. അപ്പോൾ പറയുകയാണ്, അയാളുടെ ഭാര്യയെല്ലാം അഭിമാനപൂർവ്വം അയാളുടെ അടുത്ത് നിന്ന് പറയണേ, ചേട്ടായിയുടെ കയ്യിൽ നിന്ന് എനിക്ക് എന്തോരം തല്ല് കിട്ടിയിട്ടുണ്ടെന്ന് അറിയാമോ, അടി എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് മേടിച്ചു തരും. അപ്പൊ അപ്പുറത്തിൽ നിന്ന് ഒരു ആങ്കർ പറയാണ്, ഒരു ടീച്ചർ ഒരു കുട്ടിയെ കെയർ ചെയ്യുന്നത് പോലെ. ഇവിടുത്തെ കുറച്ച് ഇരകളെ ഞാൻ പറഞ്ഞുതരാം, ഓർമ്മ കാണും. മലപ്പുറത്തെ LLB വിദ്യാർത്ഥിനി ദൃശ്യ, പിന്നെ കോതമംഗലത്തെ BDS വിദ്യാർത്ഥിനി മാനസ, പിന്നെ
മാവേലിക്കരയിലെ സൗമ്യ പോലീസുകാരിയാണ്. ഒരു പോലീസുകാരിയെ ഒരു പോലീസുകാരനാണ് കൊലപ്പെടുത്തുന്നത്, അജാസ്. സൗമ്യ കൊലപ്പെടുത്തുന്നത്. സൗമ്യ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകവേ ആദ്യം വാഹനം ഇടിച്ചിട്ട് അതിനുശേഷം വെട്ടിയിട്ട് പിന്നെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു. ആ പൊള്ളലിൽ ഇയാൾക്കും ഗുരുതരമായി പരിക്കേറ്റ അയാളും മരണപ്പെട്ടു. പ്രണയപ്പക. അതുപോലെ വിഷ്ണുപ്രിയ. പക്ഷേ ശ്യാമ നേരത്തെ പറഞ്ഞതുപോലെ പ്രണയത്തിനൊടുവിൽ എന്ന് പറയുന്ന പോലെ പ്രണയപ്പക എന്ന് പറഞ്ഞൊരു വാക്കിന് ഒരു ഭംഗിക്കുറവില്ലേ? പ്രണയത്തിൽ ഒരിക്കലും പക വരില്ലല്ലോ. പ്രണയമല്ലേ? പ്രണയമാണ്. ഇവിടെ ഈ ഗോസ്റ്റിംഗ്, ക്രിമിനലാണ്. അതെ, ഗോസ്റ്റിംഗ്, കാസ്പറിംഗ്, ഗ്യാസ് ലൈറ്റിംഗ് എന്നൊക്കെ വാക്കുകൾ ഇതിന് ഇടയിൽ വന്നിട്ടുണ്ട്. ഈ ഗോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാനിഷായി പോവുക, ഒറ്റയടിക്ക് മുങ്ങുക, ഒറ്റയടിക്ക് മുങ്ങിക്കളയുക എന്നുള്ളതാണ്. പിന്നെ കാസ്പറിംഗ് എന്ന് പറഞ്ഞാൽ പതിയെ ഒരാളെ ഒഴിവാക്കുക. അതുപോലെ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ കാമുകനും കാമുകിയോ അങ്ങോട്ടും ഇങ്ങോട്ടും നിരന്തരം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ പ്രണയത്തിൽ വന്ന് ചേരുന്നുണ്ട്. ഞാൻ കണ്ടതിൽ വെച്ച് പ്രണയത്തെ വളരെ മനോഹരമായി, ഞാൻ നേരിട്ട് കണ്ടതിൽ വെച്ച് വളരെ മനോഹരമായി വിശകലനം ചെയ്തിട്ടുള്ള ഒരേ ഒരാൾ കവി എ അയ്യപ്പനാണ്. കവി എ അയ്യപ്പനോട് സംസാരിച്ചാൽ പിന്നെ നമുക്ക് നല്ല എന്താ പറയുക, ഈ പ്രണയത്തെക്കുറിച്ച്, ഈ പ്രണയത്തിന്റെ പല തലങ്ങളെക്കുറിച്ചും കേൾക്കാൻ ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത്. പുള്ളിയുടെ പ്രണയ ജീവിതം സക്സസ് ആയിരുന്നു. അല്ലല്ല, പക്ഷെ പുള്ളി അതിനെക്കുറിച്ച് നല്ല വിശാലമായി സംസാരിക്കും. അതിന്റെ ഒരു ഇതെന്താ അറിയോ, സ്വാമി വിവേകാനന്ദൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലീഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരു വിഷയത്തിൽ തോറ്റു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്ക് പോകുന്ന ആൾക്കാരെ ഗൈഡ് ചെയ്യാൻ മാസ്റ്റർ ഡിഗ്രി എടുക്കാൻ പറ്റും. ഇദ്ദേഹം അതിൽ മാസ്റ്റർ ഡിഗ്രി എടുത്ത ഒരാളായിട്ടാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ നമുക്ക് ഭയങ്കര കണക്ട് ആവുന്നു. അദ്ദേഹത്തിന്റെ അതേ മരണപ്പെട്ട് കിടന്നപ്പോഴേ എന്തായിരുന്നു, പോക്കറ്റിൽ ഒരു കവിത ഉണ്ടായിരുന്നു, അത് പുറത്തു വന്നിട്ടില്ല ഇതുവരെ. അമ്പ് ഏത് സമയവും മുതുകിൽ തറയ്ക്കും, പ്രാണനും കൊണ്ട് ഓടുകയാണ്, വേടന്റെ ക്രൂരത കഴിഞ്ഞു, റാന്തൽ വിളക്കിനു ചുറ്റും എൻ്റെ രുചിയോർത്ത് 5-8 പേർ. ഒടുവിൽ ഗുഹയുടെ വാതിൽ തുറന്നു, അതിൽ നിന്ന് ഒരു സിംഹഗർജനം കേട്ടു, അതിന് ഞാൻ ഇരയായി എന്നാണ് അദ്ദേഹത്തിന്റെ പോക്കറ്റിലുണ്ടായിരുന്ന. ആശാൻ പുരസ്കാരം മേടിക്കാൻ പോകുമ്പോഴാണ്, തിരുവനന്തപുരം നഗരത്തിൽ കിടന്നാണ് മരണപ്പെടുന്നത്. അപ്പൊ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോഴാണ് എനിക്ക് പലപ്പോഴും പ്രണയത്തെക്കുറിച്ച്, പ്രണയത്തിന്റെ ഒരു വിശാലത അദ്ദേഹം പറയുന്നത്, നമുക്ക് ഒരുപാട് പേരെ പ്രണയിക്കാം ഒരേ സമയം, ഒരുപാട് പേരെ നമുക്ക് ഒരേ സമയം ഒരേ രീതിയിൽ ഒരേ ഡെപ്തിൽ പ്രണയിക്കാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രണയത്തെ നമുക്ക് എന്താ പറയുക, പല രീതിയിൽ വിശകലനം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ കണക്കെടുത്തപ്പോൾ 2015 മുതൽ 2020 വരെയുള്ള കണക്കെടുത്തപ്പോൾ 14 പെൺകുട്ടികളാണ് പ്രണയപ്പകയിൽ കൊല്ലപ്പെട്ടത്. ഒരാൺകുട്ടി. പിന്നെ ഇത്രയും പേര് കൊല്ലപ്പെട്ടു. അപ്പോൾ അറ്റാക്ക് ചെയ്യപ്പെട്ട എത്രയാണെന്ന് അറിയുമോ? 1113 പേര്. 1113 അറ്റാക്കുകൾ, ചെറുതും വലുതുമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായി. ഈ പ്രണയത്തിന്റെ പേരിൽ 5 വർഷം 2015 മുതൽ 2020 വരെയുള്ള ഇത്ര അറ്റാക്ക് ഉണ്ടാവും. ഇത്ര അറ്റാക്ക് ഉണ്ടായി. അപ്പോഴാണ് പ്രണയത്തിന്റെ പേരിൽ ഇത്രയും അറ്റാക്ക്. പ്രണയത്തിന്റെ പേരിൽ വലിയ അറ്റാക്കുകൾ എവിടെയെങ്കിലും നമ്മൾ മതത്തിന്റെ പേരിലുള്ള അറ്റാക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്രയും വരത്തില്ല ചിലപ്പോൾ. ഇതിപ്പോ 5 വർഷത്തെ കണക്കേ എടുത്തിട്ടുള്ളൂ, 20 വരെയുള്ള കണക്ക് എടുത്തുള്ളൂ. ഇനി 20 മുതൽ 24 വരെ കണക്ക് വേറെ കിടക്കും, എടുക്കണം. ഈ വിഷയം ധരിച്ചെടുത്തിട്ടപ്പോൾ ഇപ്പൊ ഇത്രയും സമയം കിട്ടിയത് കൊണ്ട് ഇത്രയും ഡാറ്റയെ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പം ഇവിടുത്തെ ഈ കുട്ടികളുടെ ഒരു വലിയ പ്രശ്നം ഈ പ്രണയിക്കാൻ അറിയില്ല. അതാണ് ഇവരുടെ ഒരു വലിയ പ്രശ്നം. അപ്പോഴാണ് പ്രണയം ടോക്സിക്കായി മാറുന്നത്. ഒരു ഗ്രേസ്ഫുൾ ലവ് എന്താണെന്ന് ഇവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എൻ്റെ അഭിപ്രായത്തിൽ സ്കൂളുകളിൽ പ്രണയത്തെക്കുറിച്ചുള്ള ക്ലാസ് എടുക്കണം. ഞാനത് പറയാൻ വരികയാണ്. പ്രണയം എങ്ങനെ പ്രണയിക്കണം എന്നുള്ളതിന് അവരെന്തായാലും പ്രണയിക്കും. ഇനിയിപ്പോ എത്ര അടച്ചുകൂട്ടിയാലും പ്രണയം എന്ന് പറയുന്നത് വരാൻ പോകുന്ന ഒരു കമന്റ് ഞാൻ പറഞ്ഞു. എങ്കിൽ പിന്നെ സ്കൂളിൽ നമുക്ക് അങ്കണവാടി തുടങ്ങേണ്ടി വരുമല്ലോ. വസന്തങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലത്. പിന്നെ അത് അവർക്ക് ഞാൻ കുറച്ചുകൂടി ഒരു വൈഡ് ആസ്പെക്റ്റിലായിരുന്നു ചിന്തിച്ചത്. സ്കൂളിൽ പ്രണയത്തെക്കുറിച്ച് പഠിപ്പിക്കണം എന്നതിലുപരി സ്കൂളുകളിൽ പ്രധാനമായിട്ടും നമ്മുടെ ഇമോഷൻസ് എങ്ങനെ നിയന്ത്രിക്കാം, വൈകാരികമായിട്ടുള്ള നിയന്ത്രണം എങ്ങനെ ഒരു മനുഷ്യന് നേടിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പഠിപ്പിക്കണം. എൻ്റെ ഒരു സാറുണ്ടായിരുന്നു എനിക്ക്. അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ട്യൂഷന് പോയിരുന്ന സ്ഥലത്തുണ്ടായിരുന്ന ഒരു വലിയ ഗംഭീര സാറായിരുന്നു അദ്ദേഹം. എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം എല്ലാവരെയും വരുമ്പോൾ എല്ലാവരെയും എണീപ്പിച്ച് നിർത്തും. ഭയങ്കര പേടിയായിരുന്നു, എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു, എനിക്കും പേടിയായിരുന്നു. നമ്മളെല്ലാവരെയും എണീപ്പിച്ച് നിർത്തും. അദ്ദേഹം എടുക്കുന്ന സബ്ജക്റ്റിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ അദ്ദേഹം വരുമ്പോൾ എങ്ങനെ, അദ്ദേഹത്തിന്റെ കാലൊച്ച നമ്മൾ കേൾക്കുമ്പോഴേ നമുക്ക് ഒരു ഭയം മനസ്സിൽ വരും. അകത്ത് വരും, എല്ലാവരും
വരുമ്പോൾ തന്നെ എഴുന്നേറ്റ് നിൽക്കും എല്ലാവരും, പറയേണ്ട ആവശ്യമില്ല. പുതിയതായിട്ട് ഒരു കുട്ടി അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ വന്നാൽ പോലും അവരെ സാറ് വരുന്നു എണീച്ചില്ലെന്ന് പറയും. കാരണം അപ്പോൾ അവൻ ചോദിക്കും എന്തിനു അങ്ങനെ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ പറയും അത് ഇവിടുത്തെ ഒരു ആചാരമാണ്, നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയും. എണീച്ച് നിൽക്കും. പുള്ളി വന്നിരിക്കും, ഒരു പേന, ഒരു വടി കാണും, ഒരു പേന കാണും, ഒരു ബുക്ക് കാണും, അന്നത്തെ സബ്ജക്റ്റ് കാണും, തുറന്നിട്ട് പുള്ളി അന്ന് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കുമ്പം ഒരു കുട്ടി ഉത്തരം പറയും, അതറിയാമെന്നുള്ളൊരു കുട്ടി ഉത്തരം പറയും. അപ്പോൾ പറഞ്ഞാൽ സാർ അയാളുടെ മുഖത്ത് നോക്കിയിട്ട് പറയും ഇരിക്കാൻ പറയും. അങ്ങനെ എല്ലാവരോടും ചോദ്യം ചോദിക്കും. അങ്ങനെ 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 ഇരുത്തി അവസാനത്തെ ആളും ഇരിക്കണം. അങ്ങനെയാണ് ഒരു സംഭവം. അപ്പം നിരന്തരം അവിടെ ഏറ്റവും പഠിക്കാത്തൊരു കുട്ടി ഉണ്ടായിരുന്നു. അവൻ എല്ലാ ദിവസവും ഈ സാറിൻ്റെ കയ്യിൽ നിന്ന് അടി മേടിക്കുമായിരുന്നു. അടി മേടിക്കും. അപ്പം ഈ സാറിനെ അടി മാത്രമല്ല, പുള്ളിക്കാരനെ അപമാനിക്കുമായിരുന്നു, ഭയങ്കരമായിട്ട് അപമാനിക്കും. എന്ന് പറഞ്ഞാൽ അവൻ കുറച്ച് വണ്ണമൊക്കെ ഉണ്ടായിരുന്നു, ബോഡി ഷെയിം ചെയ്യുമായിരുന്നു, വണ്ണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അപമാനിക്കുന്ന സമയത്ത് എനിക്ക് അന്ന് പോലെ ഇത് ഇഷ്ടമല്ല. ഞാൻ പറയും എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ ഇവൻ്റെ ശരീരം നോക്ക്, ഇവന് വേറെ വല്ല പണിക്കും പൊക്കൂടെ, നീ എന്തിനാണ് പഠിക്കാൻ വരുന്നത്, നിനക്ക് കിളയ്ക്കാൻ പൊക്കൂടെ, ശരീരത്തിൽ ആ ഒരു ചതയെങ്കിലും പോകില്ലേ എന്ന് പറയും. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് പക്ഷേ സാറെന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങിയ വേറൊരു മനുഷ്യനാണ്. പുറത്തിറങ്ങിയാൽ ഇങ്ങനെ പറഞ്ഞ ആ ചെക്കനെ തന്നെ വിളിച്ചുകൊണ്ട് പോയി വീട്ടിൽ മടിയിലിരുത്തി ചോറ് കൊടുക്കും, ചായ കൊടുക്കും, നമ്മൾ ഒരുമിച്ച് പോകുമ്പോൾ വേറൊരു മനുഷ്യനാണ്. പക്ഷേ ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ പുള്ളി വേറെ ലെവലാണ്. അപ്പോൾ ഒരിക്കൽ സാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. സാറ് പറയുന്നത് ഞാൻ അപമാനിക്കുന്നുണ്ടല്ലോ ഇവൻ ഇനി ഏത് ജീവിതത്തിൽ എത്ര വലിയ സിറ്റുവേഷൻസ് വന്നാലും ഈ അപമാനിക്കപ്പെടുന്ന ഇവൻ്റെ മനസ്സ് കല്ലായിരിക്കും. ഇവൻ അത്രയ്ക്ക് ഗംഭീരമായിട്ടായിരിക്കും ആ സിറ്റുവേഷൻസിനെ ഓവർകം ചെയ്ത് ചാടിക്കടന്നു പോകുന്നത് എന്ന് സാറ് പറയും. പക്ഷെ അവൻ പറഞ്ഞാൽ വിശ്വസിക്കില്ല, അന്ന് അവിടെ ഉള്ള പഠിക്കുന്ന കുട്ടികളെക്കാട്ടിലും മികച്ച നിലയിലാണ് ഇന്ന് അവൻ ജീവിക്കുന്നത്. ആ മികച്ച നിലയിലാണ് അവൻ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ആ ഒരു ഇമോഷണൽ ഡാമേജ് ഉണ്ടല്ലോ. അവൻ ആ സമയം മുതലേ ഇമോഷണലി പരുവപ്പെട്ട് വരികയായിരുന്നു. ആ ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ അവൻ നേരിടുന്ന അപമാനം. അതേസമയം പഠിക്കുന്ന നിരന്തരം സക്സസ് മാത്രം കണ്ടു വളർന്ന ഒരു കുട്ടിക്കാണെങ്കിൽ അതാണ് ഈ 10ാം ക്ലാസ്സിൽ, ഈ 9ാം ക്ലാസ്സിൽ വരെ നിരന്തരം പ്രശംസ കേട്ടുകൊണ്ടിരുന്ന് 10ാം ക്ലാസ്സിൽ 9 A+ ഉണ്ട്, ഒരു A ഉള്ളൂ, തൂങ്ങിച്ചാവും. കാരണം ആ ഒരു അപമാനമായിട്ടാണ് പെൺകുട്ടി അടുത്ത കാലത്ത് തൂങ്ങിച്ചോ. അവർക്ക് സഹിക്കാൻ പറ്റില്ല. മറിച്ച് ഇത്തരത്തിലെ അപമാനങ്ങൾ നിരന്തരം ജീവിതത്തിൽ തോറ്റ് മുന്നേറി അപമാനം സഹിച്ച് വളർന്നു വരുന്ന ആ കുട്ടി ജീവിതത്തിൽ ഭയങ്കര സക്സസ് ആയി. അവൻ കൈവച്ച മേഖലകളിലെല്ലാം അവൻ ഷൈൻ ചെയ്യുകയാണ് ഇപ്പോൾ. അപ്പൊ അതാണ് ഇമോഷണലി നമുക്കൊരു ക്ലാസ് വേണം, ഇമോഷൻസിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് ക്ലാസ് വേണം. ഈ കലാലയത്തിൽ നിന്നൊക്കെ പ്രണയം അകന്നു പോകുന്ന, അതായത് ഈ ഫേസ്ബുക്കൊക്കെ വന്ന് ആ ഒരു കാലഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു ഘട്ടം. ആ സമയത്ത് ഞാൻ കോളേജ് പഠിച്ചിരുന്ന ഒരാളാണ്, ഞാൻ കോളേജ് യൂണിയൻ ചെയർമാനുമായിരുന്നു. അപ്പോൾ പ്രണയത്തിൻ്റെ വേറൊരു സ്റ്റൈലിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ യൂണിയൻ ചെയർമാൻ ആയിരിക്കുന്ന യൂണിയൻ്റെ പരിപാടി നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവിടെ കൊല്ലം SM കോളേജിൽ നടത്തിയൊരു പരിപാടി എന്ന് പറയുമ്പോൾ പ്രണയലേഖന മത്സരം സംഘടിപ്പിച്ചു. കാര്യമായിട്ട് പ്രണയലേഖന മത്സരം സംഘടിപ്പിച്ചു. അപ്പോൾ ഇത് ഒരു ബോക്സ് ഈ പറയുന്ന 3 നിലകളിലും കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. ചില ബിരുദന്മാർ ഇത് അടിച്ചോട്ടൊക്കെ പോയി, അത് എനിക്കറിയാം. കുറച്ച് പേരൊക്കെ ഇതൊക്കെ എന്താ പറയുക, ഇതിനകത്ത് കിടക്കുന്ന കൊണ്ടിട്ടിരിക്കുന്നതൊക്കെ. പക്ഷെ ഒരുപാട് ലെറ്ററുകൾ വന്നു. അപ്പോൾ അത് പിന്നീട് അതിൽ നിന്ന് നല്ലൊരെണ്ണം തിരഞ്ഞെടുക്കാമെന്ന് ചോദിച്ചു. മനോഹരമായിട്ടുള്ള പ്രണയ ലേഖനങ്ങളൊക്കെ ഇതിൽ വന്ന് നല്ല രസകരമായി വായിക്കാൻ പറ്റുന്ന ഒരു പ്രണയത്തിൻ്റെ വേറെ തലത്തിലേക്കൊക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അതിൽ നിന്ന് എനിക്ക് ഒരുപാട് അറിവ് കിട്ടി. ഞാനിത് മൊത്തം ഇരുന്ന് വായിച്ചു, ഇത് മുഴുവൻ ഇരുന്ന് വായിച്ചു. ഇഷ്ടമുള്ളവർക്ക് എഴുതാതെ കൊണ്ടിട്ടവരുമുണ്ട്, വെറും പൈങ്കിളിയാക്കി തറയാക്കി കൊണ്ടിട്ട എന്താ പറയുക, പണ്ട് 1ാം ക്ലാസ്സിലെ പോലും കുട്ടികൾക്ക് എഴുതാൻ അതിനേക്കാൾ തറയായി എഴുതി കൊണ്ടിട്ട ലെറ്ററുകളും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ കോളേജ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോളേജിലെ അധ്യാപകരല്ലേ, അവർക്കും ഈ ഞാൻ ഭയങ്കര അധ്യാപകർ എന്ന് പറഞ്ഞാൽ ആ അധ്യാപന മേഖലയിൽ ഒരു വളരെ പ്രഗത്ഭരാണ്. സംഘമല്ല അധ്യാപകർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപന മേഖലയിൽ പ്രഗത്ഭരാണ്. പക്ഷേ അന്ന് എന്ത് പറ്റിയെന്നറിയില്ല, ഈ പ്രണയത്തിന്റെ കാര്യത്തിൽ ആ സെലക്ട് ചെയ്യാനിരുന്ന അധ്യാപകന് അതിൽ വന്ന് ഒരു ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു നിലവാരമില്ല. പക്ഷേ നിലവാരം എന്ന് വെച്ചാൽ പ്രണയത്തിന്റെ നിലവാരമില്ല. അതിൽ എന്താ പറയാ, ഈ പ്രണയം എന്ന് പറയുന്നത് എന്താ പറയാ, മറ്റേ പൊട്ടിക്കുന്ന പാറക്കല്ല് പോലെ ഒരു സാധനം എഴുതി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. പുള്ളി അത് വായിച്ചപ്പോൾ പുള്ളിക്ക് ഇത് കൊള്ളാം, പുള്ളി അതിനടുത്ത് സമ്മാനം കൊടുത്തു. അപ്പോൾ ഞാനത് അദ്ദേഹത്തോട് പറഞ്ഞു ശരിയല്ല, ഈ നിലപാട് ശരിയല്ല. അപ്പം ഞാൻ അതിലൂടെ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞത് അപ്പം നല്ലൊരെണ്ണം തിരഞ്ഞെടുക്കുകയും ഈ കുട്ടികൾ പ്രണയത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുകയും വേണം എന്നതായിരുന്നു. ഒപ്പം ക്യാമ്പസ് ഒന്ന് ഉണരണം. ക്യാമ്പസ് വളരെ ഡ്രൈ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, ഒന്നുകിൽ പിന്നെ ഈ പറയുന്ന പോലെ ആടിയും ബഹളവും,
ആ റോഡിൽ പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഈ എസ് എൻ കോളേജിന്റെ വലിയൊരു രസകരമായിട്ടൊരു കഥ ഞാൻ പറഞ്ഞുതരാം. എസ് എൻ കോളേജിന്റെ ചുറ്റുമാണ് ഏറ്റവും വലിയ വളവുള്ളത്. ട്രെയിൻ വളഞ്ഞു തിരിഞ്ഞാണ് ഇപ്പുറം വരുന്നത്. അപ്പോൾ ഈ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന കുട്ടികളുടെ പരിപാടി എന്ന് വെച്ചാൽ ഇവന്മാർ ഈ ചങ്ങല വലിച്ച് കളയും. എസ് എൻ കോളേജ് ഇല്ലാമാർ കോളേജ് അവിടെ പോയി ഇറങ്ങണ്ടേ. എസ് എൻ കോളേജിന്റെ നേരെ പുറകുവശത്താണ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്ന് അവന്മാർ 2 കിലോമീറ്റർ നടന്ന് ഇവിടെ വരണം. അപ്പോൾ ഏതെങ്കിലും ഒരു ബിരുദൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ചങ്ങല പിടിച്ച് വലിക്കും. ചങ്ങല വലിക്കുമ്പോൾ ഈ ട്രെയിൻ അവിടെ നിൽക്കും. ട്രെയിൻ അവിടെ നിൽക്കുമ്പോൾ ഈ കൂട്ടത്തോടെ ഇതാരാ വലിച്ചതെന്ന് അറിയാൻ പറ്റില്ല. കൂട്ടത്തോടെ ഇറങ്ങി. അപ്പം ഒരു തവണ റെയിൽവേ പോലീസ് ഒരു അടി കൊടുത്തു. റെയിൽവേ പോലീസ് അടി കൊടുത്ത് ഇവന്മാർ ക്യാമ്പസിൽ കയറി എന്നിട്ട് ക്യാമ്പസിന്റെ അകത്ത് നിന്നിട്ട് എറിഞ്ഞ് പറ്റിച്ചിട്ട് കൊടുത്തു ഇവന്മാർ. റെയിൽവേ പോലീസിന് RPF അവന്മാർ കൈകാര്യം ചെയ്തു. അങ്ങനെയുള്ള പ്രശ്നങ്ങളായിരിക്കും മിക്കപ്പോഴും അവിടെ ഇങ്ങനെ കൂടുതലും നടക്കും. അപ്പം ക്യാമ്പസ് വളരെ ഡ്രൈ ആയിട്ട് പോകുമ്പോഴാണ് ഞാൻ ഈ പ്രണയലേഖന മത്സരം എന്ന് പറഞ്ഞൊരു വിഷയം കൊണ്ടുവരികയും ഇത് അവിടെ നടത്തുകയും ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് കുട്ടികൾ വളരെ എന്താ പറയുക എനർജറ്റിക്കായി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രണയം എങ്ങനെയാണ് ഓരോരുത്തരുടെ ഉള്ളിൽ കിടക്കുന്ന മനോഹരമായിട്ടുള്ളത്. ഞാൻ ആലോചിച്ചു, ഇത്രയും വലിയ വിപ്ലവമൊക്കെ പറയുന്ന കുട്ടികൾക്ക് നന്നായി പ്രണയിക്കാൻ അറിയാം. അവിടുത്തെ കുട്ടികൾ ഇല്ല, ഒന്നുപോലും വന്നില്ലെന്നുള്ള ഇപ്പോഴും എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതിൽ വേറൊരു കാര്യമുണ്ട്. എന്താ പ്രണയം തുടങ്ങുന്ന, അതായത് ഒരു പെൺകുട്ടിയുടെ പിറകെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോഴല്ല ടോക്സിസിറ്റി എന്ന് പറയുന്ന സംഭവം ഇവർ കാണിക്കുന്നത്. ആ പെൺകുട്ടിയുമായിട്ട് പ്രണയിച്ച് തുടങ്ങുമ്പോഴാണ്. ഈ ഇടയ്ക്ക് ഞാൻ മമിത ബൈജുവിൻ്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടിരുന്നു. അതിൽ മമിത ബൈജു പറഞ്ഞിട്ടുള്ളത് എൻ്റെ ബെസ്റ്റ് എന്നെ പ്രപ്പോസ് ചെയ്തപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ പതറിപ്പോയതെന്നാണ്. കാരണം എനിക്ക് അറിയാവുന്ന ഒരാളാണ്, പ്രപ്പോസ് ചെയ്തു, ഓക്കെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ, അങ്ങനെയാണെങ്കിൽ പ്രണയിച്ച് കളയാമെന്ന് ഞാനും പ്രണയത്തിലായി. പക്ഷെ പ്രണയത്തിലായപ്പോഴാണ് ഇയാളുടെ സ്വഭാവം മാറുന്നത്. അതെ, ആ ഘട്ടത്തിൽ അതാണ് ഈ കുട്ടികൾ വേണ്ടുന്നത്. കുട്ടികൾ എന്ത് ചെയ്യണം? പ്രണയിക്കാതെ ഒരു മനുഷ്യന് മുന്നോട്ട് പോകാൻ പറ്റില്ല. പ്രണയിക്കാതെ ഒരു മനുഷ്യൻ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അവൻ പിന്നെ കല്ലോ കമ്പോ കാഞ്ഞിര കുറ്റിയോ എന്നൊക്കെ നമുക്ക് പറയുന്നുണ്ട്. പ്രണയിച്ചേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പ്രണയിക്കണം, പക്ഷെ പ്രണയിക്കുമ്പോൾ എതിർഭാഗത്ത് നിൽക്കുന്ന ആൾക്ക് അയാളെ ഉൾക്കൊള്ളാൻ പറ്റണം. അയാളുടെ നെഗറ്റീവായാലും പോസിറ്റീവായാലും ഇത് മനസ്സിലാക്കിയിരിക്കണം. അദ്ദേഹത്തിന്റെ നെഗറ്റീവ് മനസ്സിലാക്കിയിരിക്കണം, പോസിറ്റീവ് മനസ്സിലാക്കാതെ പെട്ടെന്നുണ്ടായ ഒരു എന്താ പറയുക, ഈ ഹോർമോൺ വർക്ക് ചെയ്ത് പെട്ടെന്നുണ്ടാകുന്ന സാധനമാണ് പിന്നീട് ടോക്സിക് പ്രണയത്തിലേക്ക് കൊണ്ടിട്ട് കൊടുക്കുന്നത്. പെട്ടെന്നൊരു ദിവസം ഞാൻ കണ്ടതൊന്നും അല്ല എന്ന് ഇദ്ദേഹം എന്ന് മനസ്സിലാകുമ്പോൾ ഞെട്ടിപ്പോയില്ലേ. ഒരു ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞിട്ട് ലോട്ടറിയുമായിട്ട് പിന്നെ ബാങ്കിൽ ചെല്ലുമ്പോൾ ബാങ്ക് എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു ഇതൊന്നും അടിച്ചിട്ടില്ലെന്ന് പറഞ്ഞുള്ള അവസ്ഥയായിരിക്കും. പ്രാന്തായി പോകും, കിളി പാറിപ്പോകത്തില്ലേ. ചിലർക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അഡിക്റ്റായി പോയി കഴിഞ്ഞാൽ ടോക്സിക് ആണെങ്കിലും പിന്നീട് മുന്നോട്ട് പോകേണ്ടി വരും. പക്ഷെ അങ്ങനെയുള്ളവരാണ് ഏറ്റവും വലിയ അപകടത്തിൽ പിന്നീട് പോയി ചാടുന്നത്. ഈ ശ്യാംജിത്ത് ഉൾപ്പെട്ട കേസ് വിഷ്ണുപ്രിയ മനസ്സിലാക്കി. ഈ ശ്യാംജിത്ത് ടോക്സിക് ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ വിഷ്ണുപ്രിയ ഇയാളെ ഒഴിവാക്കി. ശരിയായ തീരുമാനമാണ്, 100% ശരിയായ തീരുമാനമാണ് ആ കുട്ടി എടുത്തത്. പക്ഷെ ആ കുട്ടിക്ക് ജീവൻ വില നൽകേണ്ടി വന്നതിന് അതിന് വില നൽകേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താ? കൂടുതൽ കുട്ടികൾ ഭയപ്പെടും. നിനക്ക് വിഷ്ണുപ്രിയയുടെ കഥ അറിയാമോ എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അവനൊരു കുറ്റബോധവും ഇല്ലായിരുന്നു. അവൻ എന്താ വിളിച്ചു പറഞ്ഞെന്നറിയാമോ? വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് അവൻ പറഞ്ഞത് 35 വയസ്സാകുമ്പോൾ ഞാനിനി ഇറങ്ങി വരും. എനിക്കതിൽ ഏറ്റവും അവന് ഇത് ആദ്യമായിട്ട് ചെയ്യുന്നതാണ്, ഒരു കൊലപാതകം ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. വിഷ്ണുപ്രിയയുടെ കഴുത്തറുത്ത് കൊന്നതിന് ശേഷം അവൻ നേരെ അവന്റെ അച്ഛന്റെ ഹോട്ടലിൽ ചെന്ന് ആ ബ്ലഡും കഴുകി കളഞ്ഞ ശേഷം അവൻ ഭക്ഷണം വിളമ്പാൻ നിൽക്കുകയാണ്. അവിടെ നിന്നാണ് പോലീസ് പിടിച്ചുകൊണ്ട് പോയത്. അത് എന്താ സംഭവിച്ചെന്നറിയാമോ? ഈ കേസിൽ ഒരു ഐ വിറ്റ്നസ് ഇല്ലായിരുന്നു. ആ കേസിൽ ഈ വിഷ്ണുപ്രിയ മറ്റൊരു റിലേഷനിലേക്ക് പോയി. ആ കാമുകനുമായി ഈ കുട്ടി വീഡിയോ കോളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവൻ അവിടെ കയറി ചെല്ലുന്നത്. ആ കാമുകൻ വീഡിയോ കോളിൽ കൂടി ഇത് കാണുന്നുണ്ട്. അയാളൊന്ന് സാക്ഷി പറഞ്ഞു. ഈ ടോക്സിക് കാമുകന്മാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, തേപ്പ്. ഈ വിഷ്ണുപ്രിയ പോയിട്ടുണ്ടെങ്കിൽ ഇവനെ തേച്ചിട്ടല്ലേ പോയത് എന്നുള്ളൊരു ആ ഒരു രീതിയിലുള്ള ഒരു സംസാരം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ ടോക്സിക്കായ പെൺകുട്ടികളും ഉണ്ട്. അതുകൊണ്ട് ഞാൻ 2 സ്ഥലത്തും ഉണ്ട് ടോക്സിക്കായ പെൺകുട്ടികളുമുണ്ട്. ഈ ടോക്സിക്കായ പെൺകുട്ടികൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നിന്ന് ഈ ആൺകുട്ടി രക്ഷപ്പെട്ടു പോവുകയാണെങ്കിൽ അവനെ ആക്രമിക്കില്ല, പക്ഷെ അവനെ മാനസികമായി നശിപ്പിച്ചു കളയും. സമൂഹത്തിനിടയിൽ അവനെ തകർത്ത് കളയും. അതിനു വേണ്ടുന്ന എല്ലാ പ്രയോഗം ചെയ്യും. അവൻ പോയി ഒരു വിവാഹം കഴിക്കുകയാണെങ്കിൽ ആ വിവാഹ ബന്ധത്തെയും തകർത്ത് കളയും. അവൻ പോയി ഈ കുട്ടി ടോക്സിക് ആണെന്ന് മനസ്സിലാക്കി അവനൊരു പോയി. ഞാൻ നേരത്തെ പറഞ്ഞത്, ആണുങ്ങളാണെങ്കിൽ അത് മസ്കുലിനിറ്റിയിലൂടെ കാണിക്കും, പെണ്ണുങ്ങളാണെങ്കിൽ അത് ഇമോഷണലി. സ്ത്രീകൾ ഞാൻ പറയട്ടെ, അവനെ തകർക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ അവന്റെ പേരെഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്ന സ്ത്രീകളുണ്ട് ഇഷ്ടംപോലെ. ഈ ഇടയ്ക്ക് നടന്നിട്ടുള്ള സംഭവങ്ങളുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ ഈ ആത്മഹത്യയുടെ കണക്കെടുത്തു കേട്ടോ. ആത്മഹത്യയുടെ കണക്ക് കഴിഞ്ഞ 2015 മുതൽ കണക്കെടുത്തപ്പോഴത്തേക്ക് 2017-15 മുതൽ 20 വരെയുള്ള കണക്കിൽ 70 പേര്. അത് യുവാക്കൾ, പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്, പ്രായപൂർത്തിയാകാത്ത കുട്ടികളും ഇതിൽ
ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ റീല് കണ്ടിട്ട് ഒരു മനുഷ്യനോട് പ്രണയം തോന്നുക. ആ റീലിൽ കാണിക്കുന്നത് അഭിനയമാണ് എന്ന് കുട്ടികൾ മനസ്സിലാക്കുന്നില്ല. ആ റീലിൽ കാണുന്ന ഒരു വ്യക്തി അത് ഒരു അഭിനയമാണ്, അദ്ദേഹം അഭിനയിച്ച് കാട്ടിക്കൂട്ടുന്നതാണ് എന്ന് പോലും മനസ്സിലാക്കാതെ ഈ കുട്ടി ആ പ്രണയത്തിലാവും. ഈ പ്രണയത്തിലായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് ഇമാജിനേഷൻ ആണല്ലോ ഈ കുട്ടിയുടെ മുന്നിൽ ഇട്ട് കൊടുക്കുന്നത്. അല്ലെ, ഒരു ഇമാജിനേഷൻ ആണ് അവന്റെ ഒരു ഇമാജിനേഷൻ ആണ് അവൻ റീലിൽ ചെയ്തിരിക്കുന്നത്. അവന്റെ ഒരു ഇമാജിൻ ചെയ്ത് അവൻ മറ്റൊരു കഥാപാത്രമായി മാറിയാണ് അവനത് ചെയ്തിരിക്കുന്നത്. അവർ ഇമാജിൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ കുട്ടി ഇത് കണ്ടിട്ട് അവൻ അതാണ് എന്ന് കരുതി പ്രണയിക്കും. അത് കഴിയുമ്പോഴാണ് അവനെ നേരിട്ട് കാണുമ്പോഴാണ് നമ്മുടെ ഫിൽട്ടർ ഒക്കെ ഇട്ട് പല ആൾക്കാരും ഇറങ്ങിയിട്ടുണ്ടല്ലോ മീശയൊക്കെ വെച്ച്. പിന്നെ അത് താഴെ പോകും. അപ്പൊ ഈ കുട്ടി ഞെട്ടിപ്പോകും. അതുപോലെ തന്നെ ഈ പെൺകുട്ടികളുടെ നല്ല വളരെ ക്യൂട്ടായിട്ടൊക്കെ കാണിക്കും. അപ്പോൾ ഈ ആൺകുട്ടി എന്ത് വിചാരിക്കും, ഇത് ക്യൂട്ടായിട്ടുള്ളൊരു കുട്ടി, നല്ലൊരു കുട്ടി എന്നൊക്കെയുള്ള രീതിയിൽ ചേർക്കും. പക്ഷേ ഈ കുട്ടി അങ്ങനൊന്നും ആയിരിക്കില്ല. പക്ഷേ ഇത് രണ്ടും വളരെ വൾഗറും ഡേഞ്ചറസുമാണ്. കാരണം രണ്ടുപേരും എന്താ പറയാ ശാരീരികമായിട്ടുള്ള ഭംഗി ആസ്വദിച്ചാണ് പ്രണയിക്കാനായിട്ട്. അതൊക്കെ അവസാനിക്കും. നമ്മുടെ മാനസികമായിട്ടുള്ള മനസ്സാണല്ലോ, ഒരാളുടെ ആറ്റിറ്റ്യൂഡാണ് അയാളുടെ ഏറ്റവും വലിയ കീരിക്കാടൻ ജോസിനെ കണ്ടിട്ട് കീരിക്കാടൻ ജോസിന്റെ കഥാപാത്രത്തെ വിശ്വസിച്ചിട്ട് നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യനെ വില്ലനായിട്ട് കരുതി എന്ത് വിചാരിക്കും? എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. റാവുത്തർക്ക് വളരെ വളരെ സാധുവായിട്ടുള്ള മനുഷ്യനാണ്. ആ സിനിമ കണ്ടിട്ട് റാവുത്തർ ഒരു ഗുണ്ടയാണെന്ന് വിചാരിക്കുന്നത്. അതുപോലെയാണ് ഈ സാധനം. ഇത് കണ്ടിട്ട് പിന്നെ നേരെ തിരിച്ചിടുക, അല്ല നേരെ തിരിച്ചു പറയാം. അവിടെ ഗുണ്ടയായതുകൊണ്ട് ഇവിടെ ഗുണ്ടയാന്ന് പറഞ്ഞാൽ ഇത് നേരെ തിരിച്ചു നോക്കുമ്പോൾ ഇവൻ വളരെ എന്താ പറയാ പിന്നെ വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, നല്ല രസം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഈ പ്രണയിക്കുന്നത്. അത് പ്രണയിച്ചു കഴിയുമ്പോഴത്തേക്ക് നടക്കുന്നു. ഇതൊന്നുമില്ല. ഇതാണ് ഈ സബ്ജക്റ്റിന്റെ ഒരു പ്രത്യേകത. ഇത് ഒരു വാസ്റ്റ് സബ്ജക്റ്റ് ആണ്. സംസാരിച്ച് വരുമ്പോൾ ഇത് തീരത്തേയില്ല. നമുക്ക് പാർട്ട് 1 ആയിട്ട് ചുരുക്കിയിട്ട് നമുക്ക് ഓരോ പാർട്ടുകളായിട്ട് ഈ പ്രണയത്തിന്റെ കഥകളെ നമുക്ക് കുറച്ച് കഥകളായിട്ട് പറഞ്ഞു തരാം. ഈ പിന്നെ അയ്യപ്പൻ പ്രണയിച്ച് പരാജയപ്പെട്ട ആളാണ്. കവി അയ്യപ്പൻ പ്രണയിച്ച് പരാജയപ്പെട്ട ആളാണ്. ഈ പ്രണയത്താലേറ്റ മുറിവിനാൽ മദ്യപാനിയായി പോയ ആളാണ്. ആ മുറിവുണക്കുവാൻ ഓരോ തവണയും ഒഴിച്ചു കൊടുത്ത ആൽക്കഹോളാണ് അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് എത്തിച്ചത്. അരാജകത്വമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. അങ്ങനെ ജീവിക്കുന്ന പ്രണയത്താൽ മുറിവേറ്റ് നശിച്ചു പോയ ഒരുപാട് പേരുണ്ട് ഈ നാട്ടിൽ. പ്രണയത്താൽ മുറിവേറ്റ് നശിച്ചു പോയ ഒരുപാട് പേരുണ്ട്. പ്രണയത്താൽ മാത്രം നശിച്ച ആളുകളുമുണ്ട്. അവരെക്കുറിച്ച് അതൊക്കെ നമുക്ക് വിഷയം പിന്നീട് എടുക്കാം.